കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന നഗരമാണ് ഹംപി. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഹംപി 12-13 നൂറ്റാണ്ടുകളിലെ ഭംഗിയുള്ള ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, വിശാലമായ വിപണികൾ, ശിലാലിഖിതങ്ങൾ എന്നിവ കൊണ്ട് സമൃദ്ധമാണ്. ഹംപിയിലെ ബസാറുകൾ വിജയനഗര സാമ്രാജ്യത്തിന്റെ ആധുനിക നഗര പദ്ധതിയുടെയും സമ്പന്നതയുടെയും ഉദാഹരണമാണ്. ഇവിടെ വാണിജ്യത്തിന്റെ പ്രധാന വസ്തുക്കൾ കൃഷി ഉൽപ്പന്നങ്ങൾ, രത്നങ്ങൾ, വിണ്ണപ്പുറവസ്തുക്കൾ തുടങ്ങിയവയായിരുന്നു. പ്രാചീന ചൈന, അറേബ്യ, യൂറോപ്പ്, തെക്കുപടിഞ്ഞാറൻ ഏഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യാപാരികളും ഇവിടെ എത്തിയിരുന്നു. ഹംപി ബസാറുകൾ ബഹുഭൂരിപക്ഷം രാജ്യാന്തര വ്യാപാരത്തിനുള്ള കേന്ദ്രങ്ങളായി മാറി. ഹംപിയിലെ വിരുപക്ഷ ക്ഷേത്രം ചരിത്രപരവും കലാത്മകവുമായ ഒരു അഭിമാനമാണ്. ഇത് ഭാരതത്തിലെ പുരാതന സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു ഭാഗമാണ്. ക്ഷേത്രത്തിന്റെ ഉദ്ഭവം 7-ാം നൂറ്റാണ്ടിൽ നിന്ന് ആരംഭിക്കുന്നു. ചാലുക്യ രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ ഇത് ഒരു ചെറിയ ദേവാലയമായിരുന്നു. വിജയനഗര സാമ്രാജ്യം 14-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രത്തെ പ്രധാന ആരാധനാലയമാക്കി. രാജ്യത്തെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ശില്പികളും കലാകാരന്മാരും ഇതിനെ മികച്ച ശില്പകലകളും ആലേഖനങ്ങളാലും ആലങ്കാരികമാക്കി. ക്ഷേത്രം പ്രധാനമായും ദ്രാവിഡ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗോപുരങ്ങൾ, പ്രവേശന ടവറുകൾ, മണ്ഡപങ്ങൾ, ശാലകൾ, ശില്പങ്ങൾ എന്നിവയെല്ലാം സമ്പന്നമായ ശില്പകലയുടെ ഉദാഹരണങ്ങളാണ്. ക്ഷേത്രത്തിന്റെ 50 മീറ്റർ ഉയരമുള്ള പ്രധാന ഗോപുരം വളരെ പ്രശസ്തമാണ്. ഇതിന്റെ അകത്ത് നിരവധി നൂതന ശില്പങ്ങൾ കാണാം. ക്ഷേത്രത്തിൽ കല്ലിനാൽ നന്നായി തീർത്ത പടവുകൾ കാണാം, പ്രത്യേകിച്ച് ശിവന്റെ വിവിധ രൂപങ്ങൾ. ഈ ക്ഷേത്രം ലോർഡ് ശിവനെ ആരാധിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ്. ഇവിടെ സ്ഥിരമായി പൂജകളും ഉത്സവങ്ങളും നടത്തപ്പെടുന്നു. ഓൺകാമസം, പ്രത്യേകിച്ച് മഹാശിവരാത്രി, ഇതുപോലുള്ള ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതിനായി ഹംപിയിൽ നിരവധി ഭക്തർ എത്തുന്നു. ഹംപിയിലെ വിരൂപാക്ഷ ക്ഷേത്രത്തിലെ കുളവും ജലസംവിധാനവും പുരാതന ഇന്ത്യൻ ആവിഷ്കാര സങ്കല്പങ്ങളുടെ മികച്ച ഉദാഹരണങ്ങളാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കുളങ്ങളും ജലവിതരണ സംവിധാനങ്ങളും ക്ഷേത്രസമുച്ചയത്തിന്റെ ആകർഷകമായ ഭാഗങ്ങളാണ്. വിരൂപാക്ഷ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ കുളമാണ് മൻസാർ കുളം. ഈ കുളം വിശ്വാസികൾക്ക് പരിശുദ്ധമായ മുങ്ങൽ നടത്തുന്നതിനും വിവിധ ആഘോഷങ്ങളുടെയും പൂജകളുടെയും ഭാഗമായും ഉപയോഗിച്ചിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യം തുംഗഭദ്ര നദിയുടെ തീരത്താണ് പടർത്തിയത്. ഈ നദി സാമ്രാജ്യത്തിന് ജലസേവനവും സംരക്ഷണവും നൽകിയിരുന്നു. ഹേമകുട മല ഹംപിയുടെ ചരിത്രസമ്പന്നമായ ഭാഗമാണ്. ഇവിടെ ചരിത്ര, സാംസ്കാരിക, മതസമ്പ്രദായങ്ങൾ അധ്വാനിപ്പിക്കുന്നു. ഹേമകുട മല പ്രദേശം ഹംപിയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ശാന്തവും മനോഹരവുമാണ്. ഇത് ഒരു പർവ്വതനിരകളാണ്, അതിനാൽ ഇവിടെ നിന്ന് ഹംപിയുടെ മനോഹര ദൃശ്യം കാണാൻ കഴിയും. ഹേമകുട മലയിലെ വിശാലമായ ശിലാവിഗ്രഹങ്ങൾ വിസ്മയിപ്പിക്കുന്നു. പ്രത്യേകിച്ച് സിമുഖ ഗണേശ വിഗ്രഹം പ്രസിദ്ധമാണ്. ഹേമകുട മല വിജയനഗര സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഇത് സാമ്രാജ്യത്തിലെ സുപ്രധാന തീർത്ഥാടന കേന്ദ്രമായിരുന്നു. പൗരാണിക കഥകൾ പ്രകാരം ഹേമകുട മലയിലെ ഭൂമിയിൽ ഹേമകുട രാജാവ് രാവണനെ പരാജയപ്പെടുത്തിയ സ്തോത്രത്തെക്കുറിച്ചുള്ള കഥകൾ പ്രസിദ്ധമാണ്. ഹേമകുട മലയിൽ നിരവധി ജൈന ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നു. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രങ്ങൾ ജൈന തീർത്ഥങ്കരാസിന് സമർപ്പിച്ചവയാണ്. മലയുടെ പരിസരത്ത് പുരാതന ജലസംഭരണികൾ, അണക്കെട്ടുകൾ എന്നിവ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് ജലവിതരണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഉപയോഗിച്ചിരുന്നു. ഹേമകുട മലയിലെ ഒരു പ്രശസ്ത നിർമ്മാണമാണ് കമല മഹാൾ. ഇതിന്റെ സുന്ദരമായ ശില്പങ്ങൾ, ആലേഖനങ്ങൾ കോളനീയ ശൈലിയിലുള്ള വാസ്തുവിദ്യാതി മഹാനാണ്. മലയുടെ മുകളിൽ വിശാലമായ ശിലാവിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ശിലാലിഖിതങ്ങളും കാണാം. ഹേമകുട മല സഞ്ചാരികൾക്ക് ഒരു പ്രിയപ്പെട്ട സ്ഥലമാണ്. മലയുടെ മുകളിൽ നിന്ന് സൂര്യാസ്തമയ സമയത്ത് ഹംപിയുടെ സുന്ദര ദൃശ്യം കാണാം. ഹേമകുട മലയിലെ പുരാതന നിർമ്മിതികൾ, ശില്പങ്ങൾ, ജലസൗകര്യങ്ങൾ എന്നിവ സന്ദർശകർക്ക് വളരെ ആകർഷകമാണ്. ഹംപിയിലെ കടലകൾ ഗണേശ വിഗ്രഹം വിജയനഗര സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ശില്പകലയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും മഹാനായ ഉദാഹരണമാണ്.
ഹംപിയിലെ കൃഷ്ണക്ഷേത്രം വിജയനഗര സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരികവും മതപരവും കലാപരവുമായ പൈതൃകത്തിന്റെ ഉദാഹരണമാണ്. 1513 വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഉഡുപ്പി കൃഷ്ണ വിഗ്രഹം വിജയകരമായി സ്ഥാപിച്ചതിനുശേഷം ഈ ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു. കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് ഹംപി ഒരു മഹത്തായ സാംസ്കാരിക കേന്ദ്രമായി മാറി. ഈ ക്ഷേത്രം ആ കാലഘട്ടത്തിലെ ആരാധനാലയങ്ങളിലും സാംസ്കാരിക കൃഷികളിലും പ്രധാനമായിരുന്നു. ക്ഷേത്രത്തിലെ ശില്പങ്ങളും ആലേഖനങ്ങളും സമൃദ്ധമായ ശില്പകലയുടെ ഉദാഹരണമാണ്. ഗർഭഗൃഹം, മണ്ഡപങ്ങൾ, ശിലായുഗ ശില്പങ്ങൾ എന്നിവ ചരിത്രപരവും കലാപരമായും മഹത്തായവയാണ്. കൃഷ്ണക്ഷേത്രത്തിലെ മഹാമണ്ഡപം വളരെ വലിയതും ശില്പകലയാൽ ആലങ്കാരികമായി അലങ്കരിക്കപ്പെട്ടതുമാണ്. നിരവധി ശില്പങ്ങൾ, നിലപാടുകൾ, ശിലാലിഖിതങ്ങൾ എന്നിവ ഇവിടെ കാണാം. ഹംപിയിലെ ശിവേകൽ ഗണേശ ക്ഷേത്രം വിജയനഗര സാമ്രാജ്യത്തിന്റെ മഹത്വവും സംസ്കാരപരവുമായ പൈതൃകത്തിന്റെ ഉജ്ജ്വല ഉദാഹരണമാണ്. ഈ ക്ഷേത്രം 1506 വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന നരസിംഹ രായയുടെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. ഹംപിയിലെ ലോട്ടസ് മഹൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു ആകർഷകവും വൈവിധ്യമാർന്ന നിർമ്മിതിയാണ്. ലോട്ടസ് മഹൽ ഹിന്ദുമുഗൾ ശൈലികളുടെ സംയോജനം കൊണ്ടാണ് പ്രശസ്തമായത്. ഈ മന്ദിരം ശില്പശാസ്ത്രത്തിലെ സങ്കേതമാണ്. മന്ദിരത്തിന്റെ രൂപവും ആകൃതിയും താവളത്തിന്റെയും പുഷ്പത്തിന്റെ രൂപകൽപ്പനയുടേതുമാണ്. മന്ദിരത്തിന് മുകളിലെ ഗോപുരങ്ങൾ, താങ്കൽ ചുവരുകളിലെ അലങ്കാരങ്ങൾ എന്നിവ അകതലൻ കരുതിയ വെർഡാൻഡ് ശൈലിയിലുള്ളവയാണ്. ഗോപുരങ്ങളും ശില്പങ്ങളും അതിസൂക്ഷ്മമായ രൂപകൽപ്പനയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോട്ട മതിലുകൾ വിജയനഗര സാമ്രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും പ്രതിരോധത്തിനും പ്രധാന പങ്കുവഹിച്ചിരുന്നു. ഈ മതിലുകൾ നഗരത്തെ അനേകം ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിച്ചിരുന്നു. ഹംപി നഗരത്തിന് 3 ശൃംഖലകൾ വലയം ചെയ്തിരിക്കുന്ന മതിലുകൾ ഉണ്ടെന്ന് അറിയപ്പെടുന്നു. ഹംപിയിലെ എലിഫന്റ് സ്റ്റേബിൾ വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു പ്രധാന സ്മാരകമാണ്. ഈ ആനശാല സാമ്രാജ്യത്തിലെ രാജകീയ ആനകളുടെ താമസസ്ഥലമായിരുന്നു. എലിഫന്റ് സ്റ്റേബിൾ ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ് സംഭാവനയും ആനകളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു മികച്ച ഉദാഹരണമാണ്. എലിഫന്റ് സ്റ്റേബിൾ ഇസ്ലാമികവും ദ്രാവിഡ വാസ്തു ശൈലിയുടെയും സംയോജനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റേബിളിന്റെ 11 മാടങ്ങൾ അത്രമേൽ മനോഹരവും ശില്പകലയുടെ നല്ല ഉദാഹരണവുമാണ്. എലിഫന്റ് സ്റ്റേബിൾ വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് രാജസേവകർക്കും സൈനികോദ്യോഗസ്ഥർക്കും ആവശ്യമുള്ള ആനകളുടെ സംരക്ഷണ കേന്ദ്രമായിരുന്നു. രാജകീയ ആനകൾ വിജയനഗര സാമ്രാജ്യത്തിന്റെ ശക്തിയുടെ പ്രതീകമായിരുന്നു. ഇവ കോലായ സൈന്യത്തിനും ഉത്സവങ്ങൾക്കും രാജകീയ പരേഡുകൾക്കുമുള്ള ആനകൾ ആയിരുന്നു. ഹംപിയിൽ നടക്കുന്ന സാംസ്കാരിക ഉത്സവങ്ങൾ, കച്ചേരികൾ എന്നിവയ്ക്ക് എലിഫന്റ് സ്റ്റേബിൾ പ്രധാന വേദിയായിരുന്നു. ഇവിടെയുള്ള സ്മാരകങ്ങളുടെ സംരക്ഷണം, പരിപാലനം എന്നിവയുടെ ഭാഗമായി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നു. ഹംപിയിലെ എലിഫന്റ് സ്റ്റേബിളിനടുത്തുള്ള വിജയനഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യൻ പുരാവസ്തു നിരൂപണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. 14 നൂറ്റാണ്ടിൽ തത്സമയ ചരിത്രം സാക്ഷ്യപ്പെടുത്തിയ ഈ രാജധാനി വിജയനഗര സാമ്രാജ്യത്തിന്റെ മികവിന്റെ അടയാളങ്ങൾ കാണിക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ (ASA) ഇവിടെ വ്യാപകമായ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. ക്ഷേത്രങ്ങളും തോട്ടങ്ങളും പാലസ്തീയും പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു. പുരാവസ്തു പരിചരണവും സംരക്ഷണവും ഉറപ്പാക്കാൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കാലാനുസൃത വിവരണം ഉറപ്പാക്കാനും സ്മാരകങ്ങളുടെ സ്വാഭാവിക സൗന്ദര്യം സംരക്ഷിക്കാനും ഹംപിയുടെ ചരിത്രപരമായ പ്രാധാന്യം ലോകത്തോട് പങ്കുവയ്ക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇവ. ഹംപിയിലെ ഈ പ്രതിമകൾ അവയുടെ കലയിലും ശില്പശൈലിയിലും ചരിത്ര പ്രാധാന്യത്തിലും സമ്പന്നമാണ്. ഈ പ്രതിമകൾ ഒരു കാലഘട്ടത്തിന്റെ സാക്ഷ്യങ്ങളായി നിൽക്കുന്നു. ഹംപിയിലെ ഹസര രാമക്ഷേത്രം വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു ശ്രദ്ധേയമായ ക്ഷേത്രമാണ്. 15 നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം രാമായണത്തിലെ കഥകളുടെ ശിലാലേഖനങ്ങളാൽ പ്രശസ്തമാണ്. ശ്രീരാമൻ, സീതാദേവി, ഹനുമാൻ, മറ്റു പ്രാധാന്യമായ കഥാപാത്രങ്ങളുടെ രൂപങ്ങൾ ഇവിടെ കല്ലിൽ കൊത്തിയിരിക്കുന്നു. പ്രധാന ഗോപുരം ശോഭനമായ ശില്പങ്ങളും പരിപാലിച്ചു പോരുന്ന രേഖകളും വിനോദസഞ്ചാരികളുടെ ഹൃദയം കീഴടക്കുന്നു.
ഹംപിയുടെ മറ്റുള്ള വിസ്തൃതിയിലെ ക്ഷേത്രങ്ങൾക്കും ഇത്തരത്തിലുള്ള ആകർഷണമാണ്. എന്നാൽ ഹസരരാമ ക്ഷേത്രം രാമായണത്തിന്റെ കാമ്പിലൂടെ വ്യത്യസ്തമാണ്. ഈ ക്ഷേത്രം വിശേഷിച്ച് ഹിന്ദു പുരാണത്തിലെ രാമായണത്തിലെ സംഭവങ്ങളെയാണ് ചിത്രീകരിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന ദേവരായ രണ്ടാമനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. വിജയനഗരകാലത്ത് കുതിരകളെ കെട്ടാനും അവക്ക് വെള്ളം കൊടുക്കാനും എല്ലാം ഈ പ്രദേശങ്ങൾ ഉപയോഗിച്ചിരുന്നു. രാജ്യത്തെ പ്രധാന ചർച്ചകളും കൗൺസിലിങ്ങുകളും ഒക്കെ നടന്നിരുന്ന ഭരണകര്യ പ്രദേശങ്ങൾ ആയിരുന്നു ഇവയെല്ലാം. ഡെക്കാൻ സുൽത്താൻമാർ രാജ്യം കീഴടക്കിയപ്പോൾ അവരീ നിർമ്മിതികൾ എല്ലാം തന്നെ ഇടിച്ചു തകർക്കുകയായിരുന്നു. ഹംപിയിലെ സാക്രഡ് വാട്ടർ ടാങ്ക്, പുഷ്കരണി, അവിടത്തെ പൈതൃക സ്മാരകങ്ങളിലൊന്നായും വിശേഷിച്ച് ജലസംഭരണത്തിനും മതപരമായ ചടങ്ങുകൾക്കുമുള്ള പ്രാധാന്യത്തോടുകൂടിയാണ് പുഷ്കരണി. സാമൂഹിക കൂടിയാലോചനകളും ആചാരങ്ങളും നടന്ന ഒരു കേന്ദ്രമായി പ്രവർത്തിച്ചു. ഇതിൽ കാണുന്ന കൽപ്പാത്തികൾ വഴിയാണ് പുഷ്കരണിയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. വളരെ ദൂരെ നിന്ന് പോലും ഇത്തരം കൽപ്പാത്തികളിൽ വെള്ളം എത്തിക്കണമെങ്കിൽ ഹംപി അന്നത്തെ കാലത്ത് എത്രമാത്രം വലിയ സാമ്രാജ്യം ആയിരുന്നു, ഇതിനു വേണ്ടി എത്രമാത്രം ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്നത് അത്ഭുതം തന്നെയാണ്. ഹംപിയിൽ കാണുന്ന മറ്റു പുഷ്കരണികളിൽ നിന്നും സേക്രഡ് ടാങ്കിനെ വ്യത്യസ്തം ആക്കുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കറുത്ത കല്ലുകൾ തന്നെയാണ്. ഇത്തരം കല്ലുകൾ ഹംപിയിൽ മറ്റെവിടെയും കാണാനില്ല. അതുകൊണ്ട് തന്നെ പുഷ്കരണിയുടെ നിർമ്മാണത്തിനായി ഇത് മറ്റെവിടെയോ നിന്ന് വരുത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഹംപിയിലെ ക്വീൻസ് ബാത്ത് വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു സുപ്രസിദ്ധമായ സ്മാരകമാണ്. ഇത് രാജവാഴ്ചയിലെ രാജകുമാരിമാർക്കും അവരുടെ സമീപവർഗത്തിനുമായി നിർമ്മിച്ച ഒരു സുന്ദരമായ സ്നാനഗൃഹമാണ്. 16-ാം നൂറ്റാണ്ടുകളിൽ വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ ഈ സ്നാനഗൃഹം നിർമ്മിച്ചു. ഇവിടെ വരുന്ന നീരുറവുകളും പൈപ്പുകളുടെ ശൃംഖലയിലൂടെ കുളത്തിനുള്ളിൽ വെള്ളം എത്തിക്കുന്ന സമ്പ്രദായവുമുണ്ട്. ക്വീൻസ് ബാത്തിന്റെ നിർമ്മാണം ഇന്ത്യൻ ഇസ്ലാമിക് ശൈലിയിൽ ആണെന്ന് പറയാം. ഇതിൽ ഗോപുരങ്ങളോ വാസ്തുശില്പങ്ങളോ ഇല്ല, പകരം ഒരു വലിയ അടുക്കള, പുറംചുവരുകൾ, ചുറ്റും വ്യാപിച്ചു നിന്നിരിക്കുന്ന അലങ്കാര വാസ്തുവിദ്യാ സവിശേഷതകൾ എന്നിവ കാണാം. ഹംപിയിലെ ഗ്രാമ കാഴ്ചകളും വിതല ക്ഷേത്രത്തിലേക്ക് ഉള്ള വഴികളും ഒക്കെ വളരെ മനോഹരമാണ്. അന്നത്തെ കാലത്ത് ഹംപി ഇതിലും എത്രയോ മനോഹരം ആയിരുന്നിരിക്കണം. ക്ഷേത്രങ്ങൾക്ക് മുൻപിലായ വലിയ വസാറുകൾ ഹംപിയുടെ പ്രധാന പ്രത്യേകത ആണ്. വിരുപാക്ഷ ക്ഷേത്രത്തിലും കൃഷ്ണക്ഷേത്രത്തിലും ഉള്ളതുപോലെ വിത്തല ക്ഷേത്രത്തിന് മുൻപിലും കല്ലിൽ തീർത്ത വലിയ വസാറിന്റെ അവശിഷ്ടങ്ങൾ കാണാം. ഈ ബസാർ 14-16 നൂറ്റാണ്ടുകൾക്കിടെ വിജയനഗര സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവൃത്തികൾക്ക് കേന്ദ്രമായിരുന്നു. ബസാറിൽ വിപുലമായ വാണിജ്യ പ്രവർത്തനങ്ങൾ നടന്നു. മുത്തുകൾ, രത്നങ്ങൾ, രക്തചന്ദനം, കശുവണ്ടി തുടങ്ങിയ നിരവധി വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇവിടെ വിൽക്കപ്പെട്ടു. തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങളിൽ പലതിലും അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത്. വിത്തല ക്ഷേത്രത്തിന് മുന്നിലെ കിങ്സ് ബാലൻസ് വളരെ പ്രസിദ്ധമാണ്. ഇത് വളരെ വലിയ തുലാസായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉത്സവ ദിവസങ്ങളിൽ രാജാക്കന്മാർ സുവർണം, വെള്ളി, മറ്റു വിലയേറിയ വസ്തുക്കൾ ചൂഷണം ചെയ്യുകയും ദാനമായി വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. വഴികളിൽ കാണുന്ന പാറകളിൽ എല്ലാം ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. വിരുപാക്ഷ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള കവാടമാണ് ഈ കാണുന്നത്. ഈ വഴികളിലൂടെ നടക്കുമ്പോൾ ഒരു പ്രാചീന നഗരത്തിലെത്തിയ പോലെയാണ് അനുഭവപ്പെടുക. ഇടയ്ക്കിടെ കടന്നുവരുന്ന ഗോപുരങ്ങൾ, ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ, മുകളിൽ മലയുടെ പല ഭാഗങ്ങളിലും ആയി പടയാളികൾ കാവൽ നിന്ന വാച്ച് ടവറുകൾ, കുതിരകൾ ചീറി പാഞ്ഞിരുന്ന കാനൻ പാതകൾ എല്ലാം കൊണ്ടും ചരിത്രത്തെ അറിഞ്ഞ് ചരിത്രത്തെ മനസ്സിൽ കണ്ടുവേണം ഹംപിയിലൂടെ യാത്ര ചെയ്യാൻ. തുംഗഭദ്ര നദിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരു ക്ഷേത്രം ആണിത്. ഇത്തരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ക്ഷേത്രക്കെട്ടുകൾ കൊണ്ട് സമ്പന്നമാണ് ഹംപി. ഹംപിയിലെ വിതല ക്ഷേത്രം വിജയനഗര സാമ്രാജ്യത്തിന്റെ ഗംഭീരവും കലാസമ്പന്നവുമായ ഒരു സ്മാരകമാണ്. 15-ാം നൂറ്റാണ്ടിൽ ദേവരായ രണ്ടാമന്റെ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഇതിന്റെ നിർമ്മാണം ശ്രീകൃഷ്ണദേവരായരുടെ കാലത്ത് 1529 പൂർത്തിയാകുകയായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിലെ ക്ഷേത്രങ്ങളിലെ ശില്പങ്ങളും ശില്പകലയുമെല്ലാം ഏറ്റവും ഉന്നതമാണെന്ന് ഈ ക്ഷേത്രം തെളിയിക്കുന്നു.
വിട്ടല ക്ഷേത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത ഇതിലെ ശിലാരഥമാണ്. കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ രഥം ആകാശത്തിൽ പറക്കുന്ന പോലെ കാണപ്പെടുന്നു. വിട്ടല ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണം സംഗീതശിലകളാണ്. ഇവയെ സംഗീതശിലകൾ എന്നു പറയുന്നത് ഈ ശിലകളിൽ കൈകൊണ്ട് അടിച്ചാൽ വിവിധ തരം സംഗീതനാദങ്ങൾ, സ്വരങ്ങൾ ഉരുവാകുന്നതുകൊണ്ടാണ്. ഹംപിയിലെ ലക്ഷ്മി നരസിംഹ പ്രതിമ 1528 വിജയനഗര സാമ്രാജ്യത്തിലെ ശ്രീകൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിൽ നിർമ്മിതമായ ശില്പകലയുടെ ഒരു ഉദാഹരണമാണ്. ഹംപിയിലെ മാതംഗമല ചരിത്രപരമായും സാംസ്കാരികമായും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ മല ഹംപിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കൂടാതെ പ്രാദേശികവും പുരാതനവുമായ ചരിത്രങ്ങളാൽ സമ്പന്നമാണ്. മതപരവും ആധ്യാത്മികവും മാതംഗമല വൈഷ്ണവ പൈതൃകവും പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. അതിൽ പ്രധാനമായി രാമായണത്തിൽ പരാമർശിക്കുന്ന കടകളിൽ ഒന്നാണ്. വാൽമീകിയുടെ രാമായണ പ്രകാരം ഈ മലയിൽ രാമയും സീതയും ലക്ഷ്മണനും വസിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു. മാതംഗമല ഹംപി സന്ദർശകരുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ്. മലയുടെ ശിഖരത്തിൽ നിന്ന് ഹംപി നദിയും ചരിത്രപരവും പുരാതനവുമായ ക്ഷേത്രങ്ങളും സ്മാരകങ്ങളും കാണാൻ കഴിയുന്നു.